നാഡീ അസ്ട്രോളജി എന്നാണ് പറയേണ്ടത്. നല്ലതാണ്. പിന്നെ നമുക്ക് എ ടു സെഡ് ഡീറ്റെയിൽ ആയിട്ടുള്ള ബർത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എ ടു സെഡ് നമുക്ക് ഓരോ കാര്യങ്ങളും അറിയാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് നമ്മുടെ പ്രത്യേകിച്ച് നാഡീ അസ്ട്രോളജി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എ ടു സെഡ് നമുക്കറിയാം. നമ്മുടെ നാഡീ ജ്യോതിഷത്തിന്റെ അന്തർധാരയിലേക്ക് വെളിച്ചം വീശാൻ കഴിവുള്ള ഒരുപാട് ഇൻഫർമേഷന് ഈ ഒരു ബിഗിനിങ്ങില് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് താല്പര്യമുള്ളത് കേൾക്കുക. കാരണം നമ്മുടെ ഈ വേദിക് അസ്ട്രോളജിയും ഈ നാഡീ അസ്ട്രോളജിയും രണ്ടാണ്. നമ്മൾ രണ്ടുമാണ് ഇപ്പൊ പറയുന്നത്. കാരണം ഇതിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നത് നമ്മുടെ പ്രഡിഷൻ പാർട്ട് ഇതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ വേദിക് അസ്ട്രോളജി വെച്ചിട്ടാണ് പറയുന്നതെന്ന് വരികയും നാഡീ അസ്ട്രോളജിയുടെ ആ ഡീപ്പായിട്ടുള്ള പ്രഡിഷൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദിക് അസ്ട്രോളജി പോസിബിൾ അല്ല. അത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിന് നാഡീ അസ്ട്രോളജി തന്നെ വേണം. കാരണം അവിടെ ഗ്രഹങ്ങളെ വെച്ചിട്ടാണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യുന്നത്. കാരണം ഓരോ ഗ്രഹത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാലും ബാക്കി നിന്ന് കഴിഞ്ഞാലും പല പ്രശ്നങ്ങളും പല രീതിയിലുള്ള നമുക്ക് അനുഭവങ്ങളും ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് നമുക്ക് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതായത് ശുക്രന്റെ ഫസ്റ്റ് ഹൗസിൽ അല്ല സെക്കൻഡ് ഹൗസിൽ അല്ലെന്നില്ല ഇങ്ങനെയുള്ള ഒരു പൊസിഷൻ